ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ആജീവിക മതം, അതായത് അജീവക മതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഒരു തത്വചിന്താധാരയാണ് ആജീവിക മതം. ജൈനമതത്തിന്റെ 24-ാം തീർത്ഥങ്കരനായിരുന്ന മഹാവീരന്റെ സുഹൃത്ത് ആയിരുന്ന ഗോശാല മസ്കരി പുത്രൻ ആണ് ഈ മതത്തിന്റെ സ്ഥാപകൻ എന്ന് പൊതുവെ കരുതപ്പെടുന്നത്. ഇദ്ദേഹം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരുപ്പത്തൂരിലാണ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ തത്വചിന്താ ദർശന വിഭാഗത്തിലെ നാസ്തിക ദർശനങ്ങളായ ചാർവാക, ജൈന, ബുദ്ധ ദർശനങ്ങളെപ്പോലെ ഒരു തത്വചിന്താ സ്കൂൾ ആയിരുന്നു ഇത്. മറ്റ് നാസ്തിക ദർശനങ്ങളെപ്പോലെ ഈ ദർശനവും വേദങ്ങളുടെ ആധികാരികതയിൽ വിശ്വസിച്ചിരുന്നില്ല. ഈ മതത്തിന്റെ പൊതുവെ ഒരു ശ്രവണ പ്രസ്ഥാനമായി കരുതപ്പെടുന്നു. കൂടാതെ ദൈവിക മതം, ആദ്യകാല ബുദ്ധമതം, ജൈനമതം എന്നിവയുടെ മുഖ്യ എതിരാളികൾ ആയിരുന്നു ആജീവികന്മാർ. ആജീവിക എന്നത് ജീവിതത്തിന്റെ വഴി പിന്തുടർന്നവർ, പ്രകൃതം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഈ രണ്ടു വാക്കും സംസ്കൃതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു. അജീവ എന്നത് ഉപജീവനം, ആജീവനാന്തം, അതായത് ആജീവനാന്തവുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമങ്ങൾ പാലിക്കുന്നവർ എന്നാണ് അർത്ഥം. സംഘകാലഘട്ടത്തിൽ ബുദ്ധ, ജൈന മതങ്ങളോടൊപ്പം ആജീവിക മതവും പ്രചരിച്ചിരുന്നതായി തെളിവുകൾ ഉണ്ട്. തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ നായകനും ബുദ്ധമത അനുയായിയുമായിരുന്ന കോവിലന്റെ നായികയായ കണ്ണകി ഒരു ആജീവിക മതവിശ്വാസി ആയിരുന്നുവെന്ന് കേരള സാഹിത്യ ചരിത്ര കർത്താവായ ഉള്ളൂർ S. പരമേശ്വരയ്യർ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ ആദ്യ രാജവംശമായ ആയി രാജവംശം ആജീവിക മതവിശ്വാസികൾ ആയിരുന്നുവെന്ന് ചരിത്രത്തിൽ തെളിവുകളുണ്ട്. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ശബരിമല വനത്തിലും അതിൻ്റെ അതിർത്തി ജില്ലകളിലും താമസിച്ചു വരുന്ന ഒരു ഗോത്ര വിഭാഗമായ മലയരയർ ആയി രാജവംശത്തിന്റെ പിന്മുറക്കാരാണെന്ന് പറയപ്പെടുന്നുണ്ട്. മുൻ പറഞ്ഞതുപോലെ ചില പണ്ഡിതന്മാർ ആജീവിക എന്ന വാക്കിനെ അജീവക എന്നും ഉച്ചരിക്കാറുണ്ട്. ഇത് രണ്ടും വ്യത്യസ്തമില്ലാത്ത ഒരേ അർത്ഥ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന വാക്കുകളാണ്. ആജീവിക തത്വചിന്ത അനുസരിച്ച് ജീവാത്മാക്കളുടെ മുക്തി നിയതിയുടെ, അതായത് വിധിയുടെ വഴി പിന്തുടരുന്നുവെന്നും കർമ്മങ്ങൾ നിഷ്പ്രയോജനമാണെന്നുമെന്നും ഗോശാലൻ വാദിച്ചു. അതുകൊണ്ട് മനുഷ്യന്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം വിശ്വസിച്ചില്ല. പാപപുണ്യങ്ങൾ അലംഘനീയമായ പ്രപഞ്ച തത്വത്തെ പിന്തുടരുന്നു എന്ന് കരുതിയ അദ്ദേഹം വ്യക്തികൾക്ക് അവരുടെ ഭാഗധേയങ്ങളുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം അംഗീകരിച്ചിരുന്നില്ല. സ്വതന്ത്രമാക്കപ്പെട്ട നൂൽപന്ത് അഴിഞ്ഞ് തീരുവോളം ഉരുണ്ടു പോകുന്നത് പോലെ ആത്മാക്കളുടെ മുക്തിമാർഗം നിയതിയെ, അതായത് വിധിയെ പിന്തുടരുന്നുവെന്ന് ഗോശാലൻ പഠിപ്പിച്ചു. ഭൂതകാലം വർത്തമാനകാലത്തെ സ്വാധീനിക്കുന്നുവെന്ന് ആജീവന്മാർ കരുതിയില്ല. ഭൂതം എന്നത് മൃതവും എന്നേക്കുമായി ഇല്ലാതായതുമാണെന്നായിരുന്നു അതിന് അവരുടെ ന്യായവാദം. മനുഷ്യന്റെ അതിനിസ്സാരമായ കർമ്മങ്ങൾ പോലും നിയതിയാൽ, അതായത് വിധിയാൽ നിശ്ചിതമാണെന്ന്, അതിനെ മാറ്റുവാനോ സ്വാധീനിക്കുവാനോ ആർക്കും സാധ്യമല്ലെന്നും അവർ വിശ്വസിച്ചു. ഒന്നിനും അടിസ്ഥാന കാരണമില്ലെന്ന് വിശ്വസിച്ചിരുന്നവരാണ് ആജീവികന്മാർ. എല്ലാ വസ്തുക്കളും ജീവികളും സൃഷ്ടിക്കപ്പെട്ടത് യാതൊരു കാരണവും കൂടാതെയാണെന്ന് അവർ സിദ്ധാന്തിക്കുന്നു. നേട്ടം, നഷ്ടം, സുഖം, ദുഃഖം, ജീവിതം, മരണം എന്നിങ്ങനെ 6 അനിവാര്യതകൾ ഉണ്ടെന്ന് അവരുടെ വിശ്വാസം. എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് വിധിയാണ്. മനുഷ്യപ്രയത്നത്തിന്
അതിൽ പങ്കില്ലെന്നാണ് അവരുടെ മതം. ആജീവിക മതം ഭാരതത്തിൽ നൂറ്റാണ്ടുകളോളം സജീവമായിരുന്നു. ബുദ്ധ ജൈന മതങ്ങളെപ്പോലെ വ്യവസ്ഥാപിതവും ബഹുമാനിതവുമായ ഒരു മതപ്രസ്ഥാനമായിരുന്നു ഇത്. മൗര്യ ഭരണകാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വന്നത്. അശോക ചക്രവർത്തിയുടെ മാതാവ് ഈ മതവിശ്വാസത്തിൽ ആയിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ആജീവകന്മാർ ഭാവി ഫലം പ്രവചിച്ചും ഹസ്തരേഖ നോക്കിയും ജീവിതവൃത്തി കഴിച്ചുവന്നു. ഹസ്തരേഖാശാസ്ത്രം ഉപജീവനത്തിന് ഉപയുക്തമെന്ന് ദിവ്യാവതാരം തെളിവ് നൽകുന്നു. സന്യാസവും ഗോമൂത്രപാനവും ഇവർക്ക് നിർബന്ധമായ ചടങ്ങായിരുന്നു. നാടോടികളായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും. വേശ്യകളുമായി ബന്ധപ്പെട്ട നിലയിൽ അവരെ കണ്ടെത്തിയിരുന്നതായി പ്രസ്താവനകൾ ഉണ്ട്. സംഘകാലത്തിലെ കൃതികളെല്ലാം പരിശോധിച്ചാൽ വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രസ്താവനകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അത് ഈ മതത്തിന്റെ സ്വാധീനം സംഘകാല കൃതികളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് വ്യക്തം. ക്രമേണ ക്ഷയിച്ച് ഇല്ലാതായ ആജീവിക മതം തീർത്തും ഇല്ലാതായത് 14-ാം നൂറ്റാണ്ടോടു കൂടിയാണ്. അതുകൊണ്ട് കേരളത്തിലെ ആദ്യകാല ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഈ തത്വചിന്താധാരയെ പഠിച്ചാൽ മറയപ്പെട്ട പല ചരിത്ര സത്യങ്ങളും വെളിച്ചം കണ്ടെത്തിയെന്ന് വരാം എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.